A/B സമം 1:3, B/C സമം 2:5 ആയാൽ A/B/Cയുടെ വില കാണുക. നമുക്ക് A/B തന്നിട്ടുണ്ട് 1:3, B/C തന്നിട്ടുണ്ട് 2:5. നമുക്ക് A/B/C കാണണം. അപ്പോൾ A/B എന്ന് എഴുതുക, A/B, B/C താഴെ എഴുതുക. താഴെ എഴുതുമ്പോൾ ഈ ബിക്ക് താഴെ ബി എഴുതണം, B/C. അപ്പോൾ A/B എഴുതി, ഈ ബിക്ക് താഴെ B/C എഴുതി. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എഴുതുക. ആദ്യത്തെ എത്ര? 1:3, അടുത്ത 2:5, ഇവിടെ 2:5 ഇങ്ങനെ എഴുതണം. ഇനി ഇത് എഴുതുമ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അപ്പോൾ ഈ 3 തന്നെ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ എന്ത് വരും? 1:3 എന്ന് എഴുതി, ഈ 3 തന്നെ ഇവിടെ എഴുതുക, 3. അതുപോലെ ഇവിടെ ബ്ലാങ്ക് ആണ്, ഈ 2 തന്നെ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ 2:2:5, 2:2:5. ഇനി തമ്മിൽ ഗുണിക്കുക, ഓരോ വരികളായിട്ട് ഗുണിക്കുക. 2 2 2 3 6 5 15. നമുക്ക് A/B/C കിട്ടി. എത്ര? 2:6:15. A/B/C 2:6:15 ആണെങ്കിൽ ഇത് A/B/C ആണ്. അപ്പോൾ ഇതിന്ന് A/C നമുക്ക് എഴുതാം. A/B/C ഇതാണെങ്കിൽ A/C എന്ത് വരും? ഈ അറ്റത്തി 2:15. 2:15. ഇത് ഒരു രീതിയിൽ ചെയ്തു. ഇതേ കണക്ക് A/B/C കാണാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? A/C 1:3, B/C 2:5 ആയാൽ A/C നേരിട്ട് കാണാം. A/B/C കാണാതെ A/C കാണാം. അതായത് നമുക്കിത് A/B എന്ന് എഴുതാം. A/B ഇൻറ്റു ഇത് B/C എന്ന് എഴുതുക. B/C സമം. അപ്പോൾ A/B ഇൻറ്റു B/C സമം വലതുവശങ്ങൾ ഗുണിക്കുക. ഇതെന്താ? 1/3 ഇൻറ്റു വലതുവശം 2/5. ഇതിൽ നമുക്ക് ബിയും വെട്ടിപ്പോയിട്ട് എന്ത് വരും? A/C എന്ന് വരും. A/C സമം ഇതിൽ വെട്ടിച്ചുകൊടുക്കാനില്ല. 2 2/5 15. A/C 2/15. അപ്പോൾ A/C എത്രയായിരിക്കും? 2:15. അപ്പോൾ A/C 2:15. രണ്ടിലും ഒരേ ഉത്തരം കിട്ടി. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? A/B/C കണ്ടിട്ടാണ് A/C കണ്ടത്. ഇതിൽ നേരിട്ട് A/C കണ്ടു.